السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണം അതിന് നിശ്ചയിക്കപ്പെടുന്ന നിയമങ്ങളും വിധികളും മര്യാദകളും അനുസരിച്ചായിരിക്കണമെന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണല്ലോ വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആനിനെ താങ്കൾ തർത്തീൽ ചെയ്തു കൊള്ളണം. അതായത് അക്ഷരസ്ഫുടതയോടുകൂടി വളരെ ഭംഗിയായി നല്ല ശബ്ദത്തിൽ അർത്ഥം ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യണം എന്നാണ് തർത്തീൽ എന്നതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. ഇപ്രകാരം പരിശുദ്ധ ഖുർആൻ നല്ല ശബ്ദത്തിൽ ഈണത്തിൽ അർത്ഥം ആലോചിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടി പാരായണം ചെയ്യുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെ മേലും നിർബന്ധമായ കാര്യമാണ്. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ദിനേന അതുമായി ബന്ധപ്പെടുകയും നാം അത് പഠിക്കുകയും പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഖുർആൻ പാരായണം അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്. നമുക്ക് ഇന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, തെറ്റുകൾ ഏതൊക്കെ വിധത്തിലുണ്ടാവാം. അതായത് ലഹ്ന് എന്നതിനെക്കുറിച്ച്, അതായത് അബദ്ധം സംഭവിക്കുക, തെറ്റുപറ്റുക. ഉദ്ദേശിക്കുന്നത് ലഹൻ എന്ന് പറഞ്ഞാൽ ഹുവൽ ഖതഉ വൽ മൈലു അനിസ്സവാബ്, യാഥാർത്ഥ്യത്തിൽ നിന്നുമുള്ള വ്യതിചലനം, തെറ്റ്, അബദ്ധം എന്നൊക്കെയാണ് ഭാഷാപരമായി അതിന് നൽകപ്പെടുന്ന അർത്ഥം. ഇവിടെ തജ്വീദിൽ, ഇൽമു തജ്വീദിൽ നാം കൽപ്പിക്കുന്ന, അതിന് നൽകുന്ന അർത്ഥമാണ് ഇവിടെ നാം പറഞ്ഞിട്ടുള്ളത്. വഫീഹി മആനിൻ ഉഖ്റ ഗൈറു മഖ്സൂദത്തിൻ ഹുന, അതിന് മറ്റു ചില അർത്ഥങ്ങളുമുണ്ട്. ലഹ്ന് എന്ന് പറയുന്നതിന്, ആ പദത്തിന്, ലഹ്ന് എന്ന പദത്തിന് മറ്റു ചില അർത്ഥങ്ങളും കൽപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ തജ്വീദിൽ ലഹ്ന് കൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് അൽ ഖതഉ വൽ മൈലു അനിസ്സവാബ് എന്നതാണ്. യഥാർത്ഥത്തിൽ നിന്നുമുള്ള വ്യതിചലനം, തെറ്റ് എന്നൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ലഹ്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെ, എന്താണ് ലഹ്ൻ, ലഹ്നിൻ്റെ ഭാഷാപരമായ വിവക്ഷ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എല്ലാം നാം പറഞ്ഞു. ഇനി നമുക്ക് ലഹ്നിൻ്റെ അഖ്സാം, അതിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. അഖ്സാമുൽ ലഹ്ൻ. യൻഖസിമുൽ ലഹ്നു ഇലാ ഖിസ്മൈൻ, ലഹ്ന് രണ്ട് വിഭാഗമായി വിഭജിക്കപ്പെടുന്നു, രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഒന്ന് അൽ ലഹ്നുൽ ജലി, രണ്ട് അൽ ലഹ്നുൽ ഖഫി. ജലി, ഖഫി എന്നിങ്ങനെ രണ്ട് വിഭാഗമാണ് ലഹ്ന് എന്ന് അല്ലാത്തതോ ആയ അബദ്ധം. ഇതാണ് ലഹ്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജലിയായ ലഹ്ന് എന്ന് പറഞ്ഞാൽ വ്യക്തമായ, സ്പഷ്ടമായ അബദ്ധം എന്ന് മനസ്സിലാക്കാം. ജലിയ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമായത് എന്നാണല്ലോ. വഹുവ ഖതഉൻ യത്റഉ അലൽ ലഫ്ളി ഫയുഖില്ലു ബിമബ്നൽ കലിമ സവാഅൻ അഖല്ല ബിമഅനാഹ അം ലാ. അതായത് പാരായണം ചെയ്യപ്പെട്ട പദത്തിൽ, ആ പദത്തിൻ്റെ സ്വഭാവത്തിൽ, അതിൻ്റെ രൂപത്തിൽ തന്നെ വരുന്ന പ്രകടമായ തെറ്റ്. ഒരുപക്ഷെ അർത്ഥം മാറിയേക്കാം, ഒരുപക്ഷെ മാറിയില്ലെന്നും വരാം.
അർത്ഥത്തിന് കുഴപ്പം സംഭവിച്ചാലും ഇല്ലെങ്കിലും ആ പദത്തിൽ വരുത്തുന്നതായ അതിൻ്റെ ശരിയായ ഉച്ചാരണത്തിൽ വായനയിൽ വരുന്നതായ അബദ്ധം, അതാണ് ജലിയായ ലഹ്ന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉദാഹരണമായി ഹറക്കത്തുകൾക്ക് മാറ്റം വരിക.